കർത്താവിൻ്റെ ധന്യനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെട്ടു വരുന്ന ഇസ്രായേൽ ജനം കാണുന്ന ആദ്യത്തെ യുദ്ധമാണ് ഇത്. 17-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം, ഇസ്രായേൽ ജനം ഇപ്പോൾ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് രഫീദീമിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. ഉടനെ ജനം മോശയോട് കലഹിക്കുകയും പിറുപിറുക്കുകയും അവിടെ വെച്ച് അവർക്ക് മിസ്രൈമിലേക്ക് മടങ്ങി പോകണമെന്നുള്ള ചിന്ത ഉണ്ടാകുകയും ദൈവത്തെ പരീക്ഷിക്കുകയും ഞങ്ങളുടെ തലമുറകളും വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ നശിച്ചു പോകും, ദാഹം കൊണ്ട് ഞങ്ങൾ മരിച്ചു പോകും എന്നുള്ള ചിന്താഗതി വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ഭരിക്കുന്ന നിമിത്തം ഒരു വലിയ കലഹം ദൈവജനത്തിനിടയിൽ ഉണ്ടായി. പ്രിയമുള്ളവരെ, എന്റെ ചിന്ത, എപ്പോൾ അവർ ക്ഷീണിച്ചു പോയോ? അത് വെള്ളം ലഭിക്കാതെ, ദാഹജലം കുടിക്കുവാൻ ലഭിക്കാതെ ശാരീരികമായി ക്ഷീണിച്ചു. ആ സമയത്താണ് താഴ്വരയിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടത്. എപ്പോൾ ദൈവജനം ആത്മീയമായി ക്ഷീണിക്കുന്നുവോ അപ്പോൾ നമ്മുടെ ക്ഷീണാവസ്ഥകളെയും ബലഹീനതകളെയും മുതലെടുക്കുവാനുള്ള യുദ്ധത്തിന്റെ സംവിധാനങ്ങൾ നമുക്കെതിരെ, അതിന്റെ ശക്തി കേന്ദ്രങ്ങൾ സജ്ജരായി തീരും. അല്ലെങ്കിൽ നാം എതിർത്തു തോൽപ്പിക്കേണ്ട ശക്തികൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ, മോശയ്ക്ക് നേരെ അതൊരു ആരോപണമായി, കുറ്റമായി, ദൈവത്തിനെതിരെയുള്ള പിറുപിറുപ്പായി ജനത്തിനിടയിൽ വലിയ കലഹം നേരിട്ടു. എപ്പോഴും ദൈവജനത്തിനിടയിലുള്ള അനൈക്യതയും ഭിന്നതയും മത്സരവും പിറുപിറുപ്പും നമ്മുടെ ശാഠ്യവും, നാം അടുത്ത നിമിഷത്തെ ദൈവപ്രവൃത്തി എന്താണെന്നറിയാതെ എന്നും പറയുവാനുള്ള നമ്മുടെ ഒരു വ്യഗ്രത, അത് പലപ്പോഴും നമുക്ക് ദോഷമായി തിന്മയായി തീരും എന്ന് ഈ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ ജനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ദൈവിക പദ്ധതിയിലാണ്. അവിടെ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവം അതിനാവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളും പോംവഴികളും കാണിക്കുന്നു. അങ്ങനെ കാണിച്ച ഒരു പരിഹാരമാണ് മോശ വടിയെടുത്ത് പാറയെ അടിക്കുക എന്നുള്ളത്. രഫീദീമിലുള്ളവർ ആരും ഇതുവരെ വെള്ളം വേണ്ടുവണ്ണം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ദാഹജലമില്ല. ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ ഇസ്രായേൽ ജനം അവിടെ വന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരു പരിഹാരമുണ്ടായി. നാം പ്രശ്നത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, ഒരിക്കലും നിങ്ങളുടെ പ്രശ്നം മാറുകയില്ല. നാം എപ്പോഴും ദൈവത്തോട് പോയി നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയും. നമ്മുടെ പ്രശ്നങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും. നമ്മുടെ പ്രാർത്ഥനകളിൽ ഭൂരിപക്ഷവും പരാതികളും പരിഭവങ്ങളും കുറച്ച് പെറുപെറുപ്പും പ്രശ്നങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ട് ഇറക്കി വെക്കുന്ന സ്ഥലമാണ് പലപ്പോഴും പ്രാർത്ഥന മുറികൾ. എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇതുവരെയും നിങ്ങളുടെ പ്രശ്നത്തോട് നിങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തോട് പോയി പ്രശ്നം പറയണ്ട എന്നുള്ള ഒരു ചിന്തയല്ല ഞാൻ പങ്കുവെക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പ്രശ്നത്തോട് നിങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ട്, എന്നെ വിടുവിക്കുന്നവനുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എന്നെ ജയത്തോട് നടത്തുന്ന ഒരു കർത്താവുണ്ട്. എന്റെ അവസ്ഥകളെ, സ്ഥിതികളെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എപ്പോഴും എല്ലായിടത്തും എന്നെ ജയോത്സവമായി നടത്തുവാൻ ദൈവത്തിന് കഴിയും. ഈ പ്രശ്നങ്ങൾ വിടുവിക്കുവാൻ കർത്താവിന് കഴിയും. ഈ രോഗത്തിൽ സൗഖ്യമാക്കുവാൻ ഞാൻ സേവിക്കുന്ന യേശുവിന് കഴിയും. എന്റെ ദൈവം എന്നെ വിടുവിപ്പാൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ പരിഹാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് കൂടുതൽ നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിയുള്ളതാക്കി തീർക്കുകയും വിശ്വാസത്തിൽ നിങ്ങൾ സമ്പന്നരായി തീരുകയും വിശ്വാസത്തിന്റെ ജയത്തിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് ദൈവം അവസരം നൽകുകയും ചെയ്യും എന്നുള്ളത് തികച്ചും യാഥാർത്ഥ്യമാണ്. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ പ്രശ്നങ്ങളുടെ പട്ടിക നിരത്തി വെക്കുവാനല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ നാം സേവിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം, മഹത്വം, ശക്തി, അധികാരം വെളിപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ കേൾക്കുന്ന ശബ്ദം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായതാണ്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമായതാണ്. ഒരിക്കലും രഫീദീമിൽ പ്രകാരം ഒരു പരിഹാരം, ഒരു മിറക്കിൾ, ദൈവത്തിന് അത്ഭുതം അവിടെ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ലോകത്തിൽ ആർക്കും അറിയത്തില്ല. രഫീദീമിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ, ഇതുവരെ അവിടെ ഉള്ളവർ നല്ല വെള്ളം, ഇതുപോലുള്ള ശുദ്ധവെള്ളം, ഇങ്ങനെ നീരുറവിൽ നിന്ന് അവർ പാനം ചെയ്തിട്ടില്ല. പക്ഷെ ഇസ്രായേൽ ജനം രഫീദീമിൽ വന്നപ്പോൾ പ്രിയമുള്ളവരെ, അവിടെ അവർ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പാറയിൽ, ആ പാറ അവരുടെ മുമ്പിൽ ഒരു പ്രശ്നമാണ്. ഭീമാകാരമായ പർവ്വത സമാനമായ ഈ വലിയ പാറ. പക്ഷെ ഇതിനകത്ത് പരിഹാരം, പ്രൊവിഷൻ, ഇതിനകത്തൊരു വലിയ പ്രോമിസ്, വാഗ്ദത്തം, ജനത്തിനു വേണ്ടി പുറത്തു വരുന്ന ദൈവപ്രവൃത്തിയുടെ ഉറവുകൾ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് മറ്റാരും തിരിച്ചറിയാതിരിക്കുമ്പോൾ തന്റെ വാഗ്ദത്ത സമൂഹത്തിന് വേണ്ടി രഫീദീമിൽ ദൈവം ഒരത്ഭുതം ചെയ്തു. എന്റെ ചിന്ത, എവിടെ ദൈവമക്കൾ ക്ഷീണിച്ച് ബലഹീനമായി അശക്തരായി പിന്മാറി കലഹിച്ച് മത്സരിച്ച് നാം അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോഴെല്ലാം ഇപ്രകാരമുള്ള അമാലേക്ക്, എന്താണ് അമാലേക്കിന്റെ പ്രത്യേകത? മുന്നിൽ കൂടി വന്ന് യുദ്ധം ചെയ്യും. ഫറവോൻ തിരിച്ചു കൊണ്ടുപോകാൻ പുറകിൽ കൂടി വരും, അമാലേക്കൻ മുൻപിൽ കൂടി വരും. പക്ഷേ ഇസ്രായേൽ ജനം ആദ്യമായി കാണുന്ന യുദ്ധമാണെങ്കിലും യുദ്ധത്തിൽ ജയം പ്രഖ്യാപിക്കാനുള്ള ദൈവിക പദ്ധതിയെ യഹോവയായ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാണ്, ഏത് സിറ്റുവേഷൻ, നിങ്ങളുടെ ഏത് സർക്കംസ്റ്റൻസസ്, നിങ്ങൾ കടന്നു വന്ന ഏത് സാഹചര്യങ്ങൾ, അവിടെ ദൈവത്തിന് ഒരു പരിഹാരം. മാറയിൽ വന്നപ്പോൾ വെള്ളം കയ്പാണ്, പക്ഷെ അവിടെ ഒരു വൃക്ഷമുണ്ട്, മധുരമാക്കുന്ന ഒരു വൃക്ഷം. ഇസ്രായേൽ ജനം മാറയിൽ വരുന്നതിന് മുമ്പേ
അവിടെ ദൈവം ഒരുക്കി. രഫീദീമിൽ വെള്ളമില്ല, അവിടെ ഒരു പാറയെ ദൈവം ഒരുക്കി വെച്ച് ആ പാറയിൽ ആ ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് മുഴുവൻ അവരും അവരുടെ തലമുറകളും കുടിച്ചു തീരുവോളം വീണ്ടും വീണ്ടും നൽകുവാൻ തക്കവണ്ണം ആ പാറയിൽ ദൈവത്തിന്റെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. നാളെ നമുക്ക് മറ്റൊരു ഭാഗം ചിന്തിക്കാം. എന്താണ് അമാലേക്കൻ മുൻപിൽ കൂടെ വന്ന് ഇസ്രായേൽ ജനത്തെ തകർക്കുവാൻ വന്നതിന്റെ കാരണം? നിങ്ങൾ ആ ഭാഗം വായിക്കണം. 17-ാം അധ്യായം 8 മുതൽ വാക്യങ്ങൾ. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ, വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വീണ്ടും നൽകും. ഈ പ്രഭാത ചിന്ത നിങ്ങൾ ഈ ഭാഗം വായിച്ച് ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥന മുറിയിൽ വേദഭാഗം ധ്യാനിച്ച് ആത്മകരുത്ത് പ്രാപിക്കുന്നെങ്കിൽ നിശ്ചയമായി വചനത്തിന്റെ വിടുതലുകൾ ഇന്ന് പലകാലം അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കും. അതുകൊണ്ട് നാം ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പരാജയങ്ങളും സംഭവിക്കുന്നത്. അമാലേക്കൻ മുന്നിൽ പ്രത്യക്ഷമാകുന്നതും വാൾ ഉയർത്തുന്നതും വെല്ലുവിളിക്കുന്നതും മുൻപോട്ട് വിടാത്തതും ഇസ്രായേൽ ജനത്തിനെതിരെ ഈ യുദ്ധഭീഷണി മുഴക്കുവാൻ അമാലേക്കൻ തയ്യാറായത് സ്വാഭാവികമായി അവർക്ക് നേരിട്ട് ഒരു ബലഹീനത, വെള്ളമില്ല എന്നുള്ളൊരു ഭൗതിക വിഷയമാണ്. പക്ഷെ അത് ഒരു പരാജയത്തിലേക്ക് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച ക്ഷീണം, കരുത്ത് ചോർന്നു പോയത്, ബലം നഷ്ടപ്പെട്ടു അവർ തമ്മിൽ മത്സരിക്കുവാൻ കലഹിക്ക് വേണ്ടിയായി തീർന്നപ്പോഴാണ് ഒരു യുദ്ധം ആദ്യമായിട്ട് വന്നത്. അവിടെ പരാജയപ്പെടാൻ ദൈവം അനുവദിച്ച് അവർ വെള്ളം കുടിച്ച് ശക്തിപ്പെട്ടു, ചൈതന്യം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, വിശ്വാസി യാത്രയിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരം, മറുപടി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആത്മീയ അനുഭവങ്ങളിൽ നാം നിമിഷത്തോറും ശക്തിപ്പെടുവാൻ, കൃപമേൽ കൃപ പ്രാപിക്കും, ബലത്തിന്മേൽ ബലം, ശക്തിയുടെ മീതെ ശക്തി, തേജസ്സിന് മീതെ തേജസ് പ്രാപിക്കും. ഇന്ന് പകൽക്കാലം കർത്താവ് വീണ്ടും നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ ഭാഗം വായിക്കുക, ഇതിലെ ദൂതുകൾ, വെളിപ്പാടുകൾ സ്വീകരിക്കുക. നിങ്ങളുടെ ക്ഷീണാവസ്ഥയിൽ നിങ്ങളെ ആക്രമിക്കുവാൻ, നിങ്ങൾ പിന്മാറി പോകുമ്പോൾ ശത്രു നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങൾക്കതിനെ സകലവിധമായ വെല്ലുവിളികൾ ഉയർത്തി നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നെങ്കിൽ നാം ക്ഷീണിച്ചു പോകുന്ന കൂട്ടത്തിലല്ല. യഹോവയെ കാത്തിരിക്കുന്നതിന് ശക്തിയെ പുതുക്കും. ചിറകടിച്ച് ഉയരുവാൻ കഴുകൻ പറക്കുന്നത് കേവലം കുന്നുകൾക്ക് മീതെയല്ല, പിന്നെയോ കൊടുമുടികൾക്ക് മീതെയാണ്, മഹാപർവ്വതങ്ങൾക്ക് മീതെയാണ്. അപ്രകാരം ഉയരത്തിൽ പറക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കരുത്തു പകരുവാൻ ഇടയാകട്ടെ. ഏവരെയും കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇതിന്റെ തുടർന്നുള്ള ഭാഗം വീണ്ടും അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കേൾക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.